സത്യാഗ്രഹം എന്ന സമരമാർഗത്തിലൂടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നിരന്തരം പോരാടിയ മഹാത്മാവിന്റെ സ്മരണയിൽ രാജ്യം. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. ഭൂമിയിൽ രക്തവും മാംസവുമുള്ള ഇങ്ങനെയൊരാൾ ജീവിച്ചിരുന്നതായി വരും തലമുറ വിശ്വസിച്ചേക്കില്ല. ഗാന്ധിയെക്കുറിച്ച് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ വാക്കുകളാണത്. ഗാന്ധി എന്ന പേരും മുഖവും ദിവസവും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുന്നു. എങ്കിലും എന്റെ ജീവിതമാണ് എന്റെ സന്ദേശമെന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് ഇന്നത്തെ തലമുറ എത്രത്തോളം മനസ്സിലാക്കിയിരിക്കുന്നു എന്നതാണ് ചോദ്യം. കേവലം അർദ്ധനഗ്നനായ ഫക്കീർ അല്ലായിരുന്നു ഗാന്ധി. ബ്രിട്ടീഷ് സാമ്രാജ്യം തോറ്റുമടങ്ങിയത് തോക്കുകൾക്ക് മുന്നിലല്ല, അഹിംസ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മഹാത്മാവ് നയിച്ച സമരങ്ങൾക്ക് മുന്നിലാണ്. ഏറ്റവും വില കുറഞ്ഞത് എന്ന അർത്ഥത്തിൽ ചൂണ്ടിക്കാട്ടുന്ന ഉപ്പ് ഉയർത്തിപ്പിടിച്ചു പോലും ഒരു വൻ സമരം നയിക്കുക, ലോകമെങ്ങും അത് ചർച്ച ചെയ്യുക, ഇതെല്ലാം ഗാന്ധിക്ക് മാത്രം സാധിക്കുന്ന കാര്യങ്ങളായിരുന്നു. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ മുഴുവൻ ആയുധവും അദ്ദേഹത്തിന് മുന്നിൽ അപ്രസക്തമായി. ഒരു ജനത ഒന്നിച്ചു നിന്നാൽ ഏറ്റവും ശക്തമായ സമരമാർഗം നിസ്സഹകരണമാണെന്ന് ഗാന്ധി തെളിയിച്ചു. വിഭജന രാഷ്ട്രീയത്തിനെതിരെ അദ്ദേഹം ഉയർത്തിയ മാനവികതയുടെ രാഷ്ട്രീയം തന്നെയാണ് വർഗീയവാദികളെ പ്രകോപിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ജീവനെടുത്തതും അതേ വെറുപ്പിന്റെ രാഷ്ട്രീയമാണ്. ദേശത്തിന്റെ ആത്മാവിനെ ഇല്ലാതാക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കെതിരെയുമുള്ള പോരാട്ടങ്ങൾക്ക് ഗാന്ധിജിയുടെ ജീവിതം നമുക്ക് കരുത്താകട്ടെ.